കോഴിക്കോട് വിജിൽ കൊലപാതക കേസിൽ അസ്ഥി കടലിൽ ഒഴുക്കിയെന്ന് മൊഴി. ഒരു അസ്ഥി കടലിൽ ഒഴുക്കി എന്നാണ് പ്രതികളുടെ മൊഴി. വിജിലിന്റെ മൃതദേഹം ചതുപ്പിൽ താഴ്ത്തി 8 മാസത്തിന് ശേഷമാണ് അസ്ഥി കടലിൽ ഒഴുക്കിയത്. വിജിലിന്റെ ബൈക്ക് കല്ലായി റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് ഉപേക്ഷിച്ചു എന്നും ഇപ്പോൾ ഈ മൊഴിയിൽ പറയുന്നു. ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്ന്. ഷഹദ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രതികൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്? ഉന്മേഷ്, വിജിൽ കൊലപാതകത്തിൽ ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് ഈ പ്രതികളെ 6 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിനായിട്ട് ഇന്ന് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യും. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ വിജിലിനെ കുഴിച്ചിട്ട സ്ഥലം, അതായത് വിജിലിനെ ചതുപ്പിൽ താഴ്ത്തിയ സ്ഥലം ഏതാണെന്ന് കണ്ടെത്തുകയും അവിടെ എത്തി ഈ പ്രതികളുടെ തെളിവെടുപ്പ് നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചതുപ്പിൽ താഴ്ത്തിയതിനു ശേഷം 8 മാസങ്ങൾക്കിപ്പുറമാണ് ഈ പ്രതികളായിട്ടുള്ള 2 പേർ അവർ ഈ വിജിലിന്റെ അസ്ഥി കടലിൽ കൊണ്ട് ഒഴുക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ചതുപ്പ് എവിടെയാണെന്നും അവിടെ ഈ പ്രതികളുമായിട്ട് തെളിവെടുപ്പ് നടത്തുകയും വേണം എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ കല്ലായിലാണ് ഈ വിജിലിന്റെ ബൈക്ക് ഇവർ കൊണ്ട് ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ആ സ്ഥലവും പോലീസ് അവിടെ എത്തി പ്രതികളുമായിട്ട് തെളിവെടുപ്പ് നടത്തണം. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പ്രതികളെയാണ് പിടികൂടിയിട്ടുള്ളത്. അതിൽ 1-ാം പ്രതി എരഞ്ഞിപ്പാലം സ്വദേശിയായിട്ടുള്ള നിഖിൽ, 3-ാം പ്രതി വേങ്ങേരി സ്വദേശിയായിട്ടുള്ള ദീപേഷ് എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. ഇതിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. ഇയാൾ ഒളിവിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, 2019 മാർച്ച് 24-നാണ് ഈ സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്ന് ഇത്തരത്തിൽ വിജിലിനെ ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നത്. പക്ഷേ പിന്നീട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും കാലം ഇത് മിസ്സിംഗ് കേസായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇന്നലെ ഇതിന്റെ ചുരുള് പുറം ലോകം അറിയുന്നത്. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.